നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? ദിസ് വീഡിയോ വാസ് വെരി വൈറൽ അറ്റ് ദാറ്റ് ടൈം. നിങ്ങൾക്ക് ഈ വീഡിയോ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒരു ബ്രീഫ് ഹിസ്റ്ററി തരാം. ജൂലൈ 9 ഒരു ദേശീയ പണിമുടക്ക് നമ്മുടെ രാജ്യത്ത് നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രൊട്ടസ്റ്റിൽ വന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ പണിമുടക്കിന് ആഹ്വാനം കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ വരുന്നു. പണിമുടക്കുമായിട്ട് ഞാൻ സഹകരിക്കത്തില്ല, എനിക്ക് പണിയെടുക്കണമെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ആയിരുന്നു ഇത് ഒരുപാട് പേര് ഇവനാരാണ് ധൈര്യശാലി, ഇവനെന്തൊരു ധൈര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഷെയർ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഈ ദേശീയ പണിമുടക്ക് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ലേബർ ലോസ് എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വ്യക്തി ആരാണെന്ന് ഉള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയുണ്ടായി. അതായത് 2011 മുതൽ 16 വരെ കേരളത്തിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് സമരം ചെയ്ത സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരവും ഉപവാസവും സത്യാഗ്രഹവും പിന്നെ മറ്റ് സമര രീതികൾ പിന്തുടർന്ന് അങ്ങനെ നിന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം ആ സമരത്തിൽ കേരളത്തിലെ ഇടത് യുവജന സംഘടന DYFI അടക്കമുള്ള സംഘടനകൾ അതിലിടപെട്ട് അവരും ആ സമരം ഏറ്റെടുക്കുകയുണ്ടായി. ഇപ്പോൾ സമരത്തിന്റെ രീതി എന്ന് വെച്ചാൽ നിങ്ങൾ സമരം ചെയ്താൽ നിങ്ങൾക്കെതിരെ കേസ് വരും, കേസുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ DYFIക്കാർക്കെതിരെ അന്ന് കേസൊക്കെ ഉണ്ടായി. അങ്ങനെ അടുത്ത ഗവൺമെന്റ് വരും, അടുത്ത ലെഫ്റ്റ് ഗവൺമെന്റ് വരുമ്പോൾ ഈ വ്യക്തിക്ക് ജോലി കിട്ടുകയാണ്. അപ്പോൾ സമരം ചെയ്തും സമരക്കാരായ അവിടെ ഇരുന്നും സെക്രട്ടേറിയറ്റ് പഠിക്കല് ഒരുപാട് സമര അഭ്യാസങ്ങൾ എന്നൊക്കെ പലരും പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അത്തരം രീതിയിൽ ഇരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പക്ഷെ ജോലി കിട്ടി കഴിഞ്ഞ് ജീവിതം ഒന്ന് മെച്ചപ്പെട്ടപ്പോൾ ആൾക്ക് സമരത്തോട് പുച്ഛമായി, സമരക്കാരോട് വളരെ അധികാരത്തോടു കൂടി പോടാ അങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച് ആള് കാലിയേറ്റി വെച്ച് ഇരിക്കുകയാണ്. ഈ ഒരു ഐറണി, ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പേരാണ് കിക്കിംഗ് അവേ ദ ലാഡർ. അതായത് ഇപ്പോൾ ഒരു കോണി അല്ലെങ്കിൽ ഏണി എന്ന് പറയുന്ന ലാഡർ ഇരിക്കുന്നുണ്ട്. ആ ലാഡർ കയറിയാൽ നിങ്ങൾക്ക് ബെറ്ററായ സ്ഥലങ്ങളിലേക്കും ബെറ്ററായ അവസ്ഥകളിലേക്കും നിങ്ങൾക്ക് എത്താം. അപ്പോൾ നിങ്ങൾ ആ ലാഡർ കയറിപ്പോയിട്ട് പുറകെ ആളുകൾ വരുന്നുണ്ട് ഇതേ ലാഡർ വഴി അത് കയറി സേഫ്റ്റിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിലേക്ക് എത്താൻ വേണ്ടി പുറകെ ആളുകൾ വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ അതിനെ ആ ലാഡറിനെ തട്ടിയിടുകയും ആ ലാഡറിനെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ആ ലാഡർ അവിടെ ആവശ്യമില്ലാത്തതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസിനെയാണ് കിക്കിംഗ് അവേ ദ ലാഡർ എന്ന് പറയുന്നത്. ഇതിനെ പച്ചമലയാളത്തിൽ നമ്മൾ പറയും പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. പച്ചമലയാളത്തിൽ അതിനെയാണ് പറയാം. യു ആൻഡ് ബി തിങ്കിങ് റിഡക്റ്റീവ് ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? ഇത് ഇൻഡിവിജ്വൽസിന് മാത്രമല്ല, നമ്മുടെ ലോക സമ്പദ് വ്യവസ്ഥയിലും ഇത്തരം പ്രവണതകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഈ ഫ്രീ മാർക്കറ്റ് ഇക്കണോമി എന്ന് പറയുന്ന ഫ്രീ മാർക്കറ്റ് എക്കണോമിക് തത്വങ്ങൾ പാലിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൊട്ടക്ഷനിസം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് അതൊരു ദൈവികമായൊരു തിന്മ പോലെ ആളുകൾ നോക്കുന്നൊരു കാര്യമാണ്. ഫ്രീ മാർക്കറ്റാണ് നല്ലത്, അതാണ് ബെറ്റർ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. പല ആളുകളെ സംബന്ധിച്ച് അവർക്കുള്ള തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ലോകത്തിലെ സക്സസ്ഫുൾ ആയ രാജ്യങ്ങൾക്ക് പുറകിൽ അവരുടെ വിജയമന്ത്രം സക്സസ് ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്ന പോലെ ഈ ഫ്രീ മാർക്കറ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് അവർ എക്കണോമി എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ ചിലരെ സംബന്ധിച്ച് ചില രാജ്യങ്ങളുടെ ഗ്രോത്തിന് ഉള്ള പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഫ്രീ മാർക്കറ്റ് ആണ് എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ആ ലിസ്റ്റിൽ നിങ്ങൾ ഏത് രാഷ്ട്രം എടുത്താലും, അത് USA ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, സൗത്ത് കൊറിയ ആയിക്കോട്ടെ, ഇനി ചിലി ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളൊന്നും തന്നെ ഫ്രീ മാർക്കറ്റ് കൊണ്ട് വളർന്നവരല്ല. മറിച്ച് അവരെങ്ങനെയാണ് വളർന്നത്? നമുക്കത് ഒന്ന് പരിശോധിക്കാം. നമുക്ക് ആദ്യമായിട്ട് തന്നെ യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടന്റെ അവസ്ഥ നോക്കാം. ഒരു 13 to 14 സെഞ്ചുറി എടുക്കുമ്പോൾ ബ്രിട്ടൻ എന്നത് ഒരു റിലേറ്റീവ്ലി ബാക്ക്വേർഡ് എക്കോണമിയാണ്. ഫ്യൂഡൽ ഏജ് ഏതാണ്ട് അവസാനിക്കുന്ന സമയമാണ് ബ്രിട്ടനിൽ. അന്ന് ബ്രിട്ടന്റെ എക്കോണമി ഡിപ്പെൻഡ് ചെയ്തിരുന്നത് വൂൾ എക്സ്പോർട്ടുകളിലായിരുന്നു. എഡ്വേർഡ് മൂന്നാമൻ എന്ന രാജാവ് ആ സമയത്ത് ലോക്കൽ വൂൾ കൊണ്ടുള്ള ഡ്രസ്സുകളെ ഞാൻ ധരിക്കൂ എന്ന എക്സാമ്പിൾ സെറ്റ് ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം വെളിയിൽ നിന്നുള്ള വൂളിൻ്റെ ഇമ്പോർട്ട് ബാനും ചെയ്യാറുണ്ടായിരുന്നു. 1500 കാലഘട്ടം ആകുമ്പോഴത്തേക്കിനും ഇത്തരം പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങൾ കാരണം തന്നെ ഇംഗ്ലണ്ട് എന്നത് ഒരു ഫോർമിഡബിൾ വൂളൻ മാനുഫാക്ചറിങ് നേഷനായി മാറുന്നുണ്ട്. ഈ ഫ്രീ മാർക്കറ്റിന്റെ അഡ്വക്കറ്റുകളായി മാറുന്നതിന് മുമ്പ് ഏകദേശം 1800കളുടെ അവസാനം വരെ അവർ പിന്തുടർന്നിരുന്നത് പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങളാണ്. എന്താണ് ഈ പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങൾ? കൃത്യമായി താരിഫ്, അതായത് ഇറക്കുമതി കയറ്റുമതി തീരുവകൾ ഏർപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ് അഥവാ ഭരണകൂടം വ്യവസായത്തിലും സമ്പദ് വ്യവസ്ഥയിലും വ്യവസായങ്ങളുടെ പ്രവർത്തനത്തിലും
കൃത്യമായ ഇന്റർവെൻഷനുകൾ, ഇടപെടലുകൾ നടത്തുന്ന ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് വ്യവസ്ഥയായിരുന്നു ബ്രിട്ടനിലുണ്ടായിരുന്നത്. ബ്രിട്ടനില് കോൺ ലോസ് എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. അത് ബേസിക്കലി താരിഫ് ആൻഡ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ബ്രിട്ടന്റെ ഈ സാങ്കേതികമായ വളർച്ച മുഴുവൻ നടക്കുന്നത് ഈ പറയുന്ന പ്രൊട്ടക്ഷനിസ്റ്റ് എറയിലാണ്. അവരുടെ പ്രധാന വളർച്ച മുഴുവൻ അവർ കൈവരിക്കുന്നത്. അത് കൈവരിക്കുന്നതിനൊപ്പം തന്നെ അവർ ചെയ്യുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ദേ ആർ സ്ട്രെയിറ്റ്ലി ലോഞ്ചിങ് കൊളോണിയലിസം അവരത് ലോഞ്ച് ചെയ്ത് ആ കൊളോണിയലിസത്തിന്റെ സമയത്താണ് ഇപ്പോൾ ആഡം സ്മിത്ത് ഒക്കെ ആ സമയത്താണ് വരുന്നത്. ഇപ്പൊ ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ തുടങ്ങിയവരുടെ തിയറികൾ അവര് ഫ്രീ മാർക്കറ്റിന്റെ പ്രൊപ്പഗേറ്റേഴ്സ് ആണ്. സോ പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കി തങ്ങൾ ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിയപ്പോൾ ബ്രിട്ടന് തോന്നി ഇനി കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മറ്റ് രാജ്യങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഉപാധി എന്ന് പറയുന്നത് ഫ്രീ മാർക്കറ്റ് ആണെന്ന് ബ്രിട്ടൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്ന തത്വത്തെ പ്രചരിപ്പിക്കണം. തങ്ങൾ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആ ഭൂപ്രദേശങ്ങളിൽ, ആ രാജ്യങ്ങളിലൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ എക്കണോമിക് സിസ്റ്റത്തെ മോഡിഫൈ ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫ്രീ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ലിബറൽ ഓർഡറിന് ഇംഗ്ലണ്ട് ജന്മം കൊടുക്കുകയാണ്. അപ്പൊ ഇതിന് ഇന്റലക്ച്വൽ പിന്തുണ നൽകിയവരാണ് ആഡം സ്മിത്തും ഡേവിഡ് റിക്കാർഡോയും ഒക്കെ. ഇത് 1892 മുതൽ ആരംഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഈ ഒരു ഫസ്റ്റ് ലിബറൽ ഓർഡർ 1932 കൂടി അവസാനിക്കുകയാണ്. കാരണം 1932 ബ്രിട്ടൻ ഉപേക്ഷിച്ച ഒരു കാര്യം, അതായത് പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന സാധനം, താരിഫുകൾ ഇമ്പോസ് ചെയ്യുന്നത് വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. അതെന്താ കാരണം വെച്ചാൽ ആ സമയത്താണ് നമുക്കറിയാം മറ്റേ ഗ്രേറ്റ് ഡിപ്രഷൻ നടക്കുന്ന ആ സമയത്താണ്. അപ്പോ പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് അത് ബ്രിട്ടന്റെ വളർച്ചയ്ക്ക് പുറകിൽ ഫ്രീ മാർക്കറ്റാണ്. ആക്ച്വലി ഫ്രീ മാർക്കറ്റ് അല്ല. ഈ പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങൾ സ്വീകരിച്ച് ആ പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങളെ ഉപയോഗപ്പെടുത്തി ബെനിഫിറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു സേഫ് പൊസിഷനിൽ എത്തിയതിനു ശേഷം ബാക്കി രാജ്യങ്ങളെ ഈ പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങൾ തുടരാൻ അനുവദിക്കാതെ, അവരെ ഈ നയങ്ങൾ, ഈ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ അടക്കമുള്ള നയങ്ങൾ ചെയ്യാൻ അവരനുവദിക്കാതെ തങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടു കൂടി ഫ്രീ മാർക്കറ്റ് വ്യവസ്ഥയെ ലോകം മുഴുവൻ ബ്രിട്ടൻ വ്യാപിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഉദാഹരണം, ഫ്രീ മാർക്കറ്റിന്റെ പാരഡൈസ് എന്ന് നമ്മളല്ല പൊതുവെ ആളുകൾ കരുതുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ കുറിച്ച് ഇപ്പോൾ നമുക്കറിയാം, മിൽട്ടൺ ഫ്രീഡ്മാന്റെ നാടാണ്. ഈ ഫ്രീഡത്തെ കുറിച്ച് വാദിക്കുന്ന, എക്കണോമിക് ഫ്രീഡം, പൊളിറ്റിക്കൽ ഫ്രീഡം ഒക്കെ വാദിക്കുന്ന, അല്ലെങ്കിൽ ലിബറലിസത്തിന്റെ, നിയോ ലിബറലിസത്തിന്റെ ഒക്കെ തന്നെ ഈറ്റില്ലം എന്ന് നമുക്ക് കരുതാമെന്ന്, അതായത് ലൈക്ക് ഗോഡ് ഫാദർ ഓഫ് നിയോ ലിബറലിസം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. എന്നാൽ ഈ അമേരിക്ക വളർന്നത്, അല്ലെങ്കിൽ ഈ അമേരിക്ക തങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഏറ്റവും കംഫർട്ടബിൾ ആയ രീതിയിൽ എത്തിച്ചത്, അല്ലെങ്കിൽ അവരൊരു പവറായിട്ട് എമർജ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫ്രീ മാർക്കറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് ഫ്രീ മാർക്കറ്റ് അല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. കാരണം എക്കണോമിക് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള പോൾ ബൈറോക്ക് എന്നൊരു വ്യക്തി അമേരിക്കയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് മദർ കൺട്രി ആൻഡ് ബാസ്റ്റൺ ഓഫ് മോഡേൺ പ്രൊട്ടക്ഷനിസം എന്നാണ്. അതായത് ഫ്രീ മാർക്കറ്റിന് ഘടകവിരുദ്ധമായ, ഫ്രീ മാർക്കറ്റ് പ്രിൻസിപ്പിൾസിനെ കംപ്ലീറ്റ് ആയിട്ട് റദ്ദ് ചെയ്യുന്ന മോഡേൺ പ്രൊട്ടക്ഷനിസത്തിന്റെ മാതാവും തറവാടുമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ് എക്കണോമിക് ഹിസ്റ്റോറിയനായിട്ടുള്ള പോൾ ബൈറോക്ക് പറയുന്നത്. അമേരിക്കയുടെ കാര്യം പറയുമ്പോൾ 1800-കളുടെ കാലഘട്ടത്തിലും 12.5% താരിഫുകൾ ഉണ്ടായിരുന്നു. കോട്ടൺ, വൂളൻ ആൻഡ് അയൺ പ്രൊഡക്ട്സിൻ്റെ ഇമ്പോർട്ടിലായിരുന്നു ഈ താരിഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. 1816 തൊട്ട് വേൾഡ് വാർ 2 വരെയുള്ള പീരീഡ് എടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആവറേജ് താരിഫ് റേറ്റ്സ് ഉള്ള രാജ്യം അമേരിക്കയായിരുന്നു. അമേരിക്കൻ ഇൻഡസ്ട്രീസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ അവിടുത്തെ ഗവേണിംഗ് ബോഡീസിൻ്റെ പ്രൊട്ടക്ഷനിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1930-കളിലെ സ്മൂത്ത് ഹാവ്ലി താരിഫ് എന്ന് പറയുന്ന നിയമം ഏതാണ്ട് 48% താരിഫാണ് അടിച്ചേൽപ്പിച്ചത്. ഈ അമേരിക്കൻ സിവിൽ വാറിന് പോലും ഈ താരിഫ് നിയമങ്ങൾ ഒരു വിഷയമായിരുന്നു. അബ്രഹാം ലിങ്കൺ ഒരു വെൽ നോൺ പ്രൊട്ടക്ഷനിസ്റ്റ് ആയിരുന്നു. സദേൺ സ്റ്റേറ്റ്സിൻ്റെ പലപ്പോഴുമുള്ള പേടി സ്ലേവറിയെക്കാട്ടിലും കൂടുതൽ അബ്രഹാം ലിങ്കൺ കൊണ്ടുവരുന്ന താരിഫുകളായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അലക്സാണ്ടർ ഹാമിൽട്ടനെ അറിയാൻ വഴിയുണ്ടോ? അറിയില്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അലക്സാണ്ടർ ഹാമിൽട്ടൺ അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും മറ്റ് എന്താ പറയുക, ഹീസ് ദ വൺ ഓഫ് ദ കീ ഫിഗേഴ്സ് ഇൻ അമേരിക്ക. നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഈ അലക്സാണ്ടർ ഹാമിൽട്ടൺ ഒരു റിപ്പോർട്ട് ഓഫ് ദി സെക്രട്ടറി ഓഫ് ദി ട്രഷറി ഓൺ ദി സബ്ജക്ട് ഓഫ് മാനുഫാക്ചറേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ്, ഒരു റിപ്പോർട്ട് അദ്ദേഹം 1791 അദ്ദേഹം പുറത്തിറക്കുന്നുണ്ട്. അതിൽ ആള് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
ഗവൺമെന്റ് എയ്ഡും ഗവൺമെന്റ് ഇന്റർവെൻഷനും ഇല്ലാതെ ഒരു പുതിയ ഇൻഡസ്ട്രിക്കും ആഗോള മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. 1792 മുതൽ 1832 വരെ വളരെ വലിയ തോതിലുള്ള താരിഫുകളാണ്, പ്രൊട്ടക്ഷൻ ആണ് തങ്ങളുടെ എക്കണോമിയിൽ US നടപ്പിലാക്കിയത്. അതായത് തങ്ങളുടെ എക്കണോമിയും തങ്ങളുടെ രാജ്യത്തെ ഇൻഡസ്ട്രികൾ, ഇൻഫന്റ് ഇൻഡസ്ട്രികളും തങ്ങളുടെ രാജ്യത്തിന്റെ വ്യവസായങ്ങൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങൾ, അതായത് ആന്റി ഫ്രീ മാർക്കറ്റ് ആയിട്ടുള്ള നയങ്ങൾ പൊതു കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് മറ്റുമാണ് ചെയ്തിരുന്നത്. ഇനി ഇതേ അമേരിക്ക പോസ്റ്റ് വേൾഡ് വാർ 2 എടുക്കുമ്പോൾ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സമയമെടുത്താൽ പോലും ഈ അമേരിക്ക പിന്തുടർന്നത് ഇതേ ഇന്റർവെൻഷൻസ് നയങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്റർനെറ്റിന്റെ ആദ്യ രൂപമായ അർപ്പാനെറ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഫണ്ടഡ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ അമേരിക്കൻ ഗവൺമെന്റ്, ആ ഫെഡറൽ ഗവൺമെന്റ് വലിയ തോതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ അമേരിക്കയുടെ എക്കണോമിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അപ്പൊ ആ എക്കണോമിക് ഫൗണ്ടേഷന്റെ പുറത്താണ് ഇന്ന് കാണുന്ന അമേരിക്കൻ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. ആ എക്കണോമിക് ഫൗണ്ടേഷൻ അമേരിക്കയുടെ ഉറപ്പിച്ചു കൊടുത്തത് ഫ്രീ മാർക്കറ്റ് എക്കണോമിക്സ് അല്ല, അത് കൃത്യമായി പ്രൊട്ടക്ഷനിസം, ആന്റി ഫ്രീ മാർക്കറ്റ് നയങ്ങളിൽ ബേസ് ചെയ്തിട്ടുള്ള പ്രൊട്ടക്ഷനിസ്റ്റ് തീരുമാനങ്ങളാണ് ഇന്ന് കാണുന്ന അമേരിക്കയുടെ അടിത്തറ പാകിയത്. അതിന്റെ മുകളിലാണ് ഇമ്പീരിയലിസവും നിയോ കൊളോണിയലിസവും ഒക്കെ അമേരിക്ക ബിൽഡ് ചെയ്തത്. സെയിം അപ്ലൈസ് ഫോർ ബ്രിട്ടൻ. സോ ഇത് കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും വരുന്നൊരു ചോദ്യമാണ്, ഓക്കെ, UK-യും ബ്രിട്ടനും ഒക്കെ ഫ്രീ മാർക്കറ്റ് നയങ്ങൾ വെച്ചല്ല അവർ ഡെവലപ്മെൻറ്റ് നേടിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഈ ലോകത്ത് ഇത്ര ഫേമസ് ആയത്? കൊളോണിയലിസ്റ്റ് പീരീഡിൽ അവർക്കൊരു തരത്തിലുള്ള കൺട്രോൾ ഉണ്ടായിരുന്നു. ബട്ട് കൊളോണിയലിസം എൻഡായി. വേൾഡ് വാർ 2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സോടുകൂടി തന്നെ മിക്ക രാജ്യങ്ങളിലും ഈ കൊളോണിയലിസം എന്ന് പറയുന്ന സംഭവം എൻഡാവുന്നു. പല രാജ്യങ്ങൾ ഫ്രീ ആവുന്നു, പല രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഇന്ത്യ അങ്ങനത്തെ ഒരു രാജ്യമായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ലോകക്രമത്തിൽ എങ്ങനെയാണ് ഈ ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം പിന്നെ ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഞാൻ നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് കാണിച്ചു തരാം. സോ ഈ ഫോട്ടോ നിങ്ങൾ കണ്ടോ? സോ ദിസ് ഈസ് മൗണ്ട് വാഷിങ്ടൺ ഹോട്ടൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ ബ്രിട്ടൻസ് വുഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആൻഡ് യു മൈറ്റ് ബി തിങ്കിങ്, ഒരു ഹോട്ടൽ ഒക്കെ ഞാൻ എന്തിനാണ് കാണിക്കുന്നതെന്ന്. വേറൊന്നുമല്ല, ഈ വേൾഡ് വാർ 2 നടക്കുന്ന സമയത്ത് 1944 ജൂലൈ മാസത്തിൽ 44 രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് 700ഓളം ഡെലഗേറ്റ്സ് ഈ ഹോട്ടലിൽ വന്നിരുന്നു. എന്തിനാണ് വന്നത്? ബേസിക്കലി അവർ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിലുള്ള സാമ്പത്തിക ക്രമങ്ങളും സാമ്പത്തിക ലോകവും സാമ്പത്തിക വ്യവസ്ഥകളും എങ്ങനെ ആയിരിക്കണമെന്ന്. കാരണം ഈ വേൾഡ് വാർ 2-ന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. ലൈക്ക് ഗ്രേറ്റ് ഡിപ്രഷൻ ഒരുപാട് രാജ്യങ്ങളെ ബാധിച്ചിരുന്നു. വേൾഡ് വാർ 1-ന് ശേഷം ജർമ്മനിക്ക് നേരിടേണ്ടി വന്ന പലതരത്തിലുള്ള എക്കണോമിക് പോളിസികൾ രാജ്യത്ത് തകർത്തു. അങ്ങനെ ആ രാജ്യം പലതരത്തിലുള്ള എക്കണോമിക് പോളിസികൾ കാരണം തകർന്നത് കൊണ്ടുകൂടി തന്നെയാണ് നാസിസം പോലുള്ള വളരെ ഡേഞ്ചറസ് ഐഡിയോളജി അവിടെ വളർന്നത് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഭാവി എങ്ങനെ ആയിരിക്കണം എന്ന് ചർച്ച ചെയ്യാനാണ് അവർ ഈ ഹോട്ടലിൽ വരുന്നത്. ഈ മീറ്റിങ്ങിനെ ചരിത്രം രേഖപ്പെടുത്തിയത് ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് എന്നായിരുന്നു. അങ്ങനെ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് IMF-ഉം വേൾഡ് ബാങ്കും. വേൾഡ് വാറിന് ശേഷം കൊളോണിയലിസ്റ്റ് റെജീമുകളെല്ലാം പതുക്കെ ഇല്ലാതായപ്പോൾ പല കോളനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. പല രാജ്യങ്ങളുടെ പുറത്തുള്ള ഈ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു. ഇതിന്റെ ഐറണി എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങൾ, അതായത് ഇന്ത്യ അടക്കമുള്ള പോസ്റ്റ് കൊളോണിയൽ രാജ്യങ്ങൾക്ക് വളരുവാൻ, അവർക്ക് എക്കണോമിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അവർക്ക് ഉണ്ടാകണമെങ്കിൽ അവർക്ക് ഈ പറയുന്ന സ്റ്റേറ്റ് ലെഡ് ഡെവലപ്മെന്റ് അവർക്ക് ആവശ്യമായി. ആ സ്റ്റേറ്റ് ലെഡ് ഡെവലപ്മെന്റ് കൃത്യമായി കൊണ്ടുപോകുന്ന സമയത്താണ് US-ഉം UK-യും ഒക്കെ കൂടി 1970s ആകുമ്പോഴേക്കും മിൽട്ടൺ ഫ്രീഡ്മാന്റെ സഹായത്തോടെ, അന്ന് ഒരു കെയ്നേഷ്യൻ എക്കണോമിക്സിൽ ഒരു ക്രൈസിസ് ഉണ്ടായി. പിന്നെ അതിന്റെ ഈ കെയ്നേഷ്യൻ എക്കണോമിക്സിന്റെ ക്രൈസിസിന്റെ പുറകെ തന്നെ സോവിയറ്റ് യൂണിയന്റെ കൊളാപ്സും ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മിൽട്ടൺ ഫ്രീഡ്മാന്റെ തിയറികളെ ആയുധമാക്കി മാർഗരറ്റ് താച്ചറും US-ഉം UK എല്ലാം ചേർന്നുകൊണ്ട് വീണ്ടും ഒരു സെക്കൻഡ് ഓർഡർ ഓഫ് ലിബറൽ ഓർഡർ, ഒരു നിയോ ലിബറലിസം എന്ന് നമ്മളെന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ അവർ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ നിയോ ലിബറലിസം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത്? അവർക്ക് അതേ ഇൻഫ്ലുവൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ചില പ്രോഗ്രാമുകളുണ്ട്. അതിൻ്റെ പേരാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പോളിസി.
നിങ്ങളുടെ രാജ്യത്തിന് പൈസയുടെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എക്കണോമിക്കലി നിങ്ങളുടെ രാജ്യം സ്ട്രഗിൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് IMF നിന്ന് ചിലപ്പോൾ കടമെടുക്കേണ്ടി വരും, വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുക്കേണ്ടി വരും. പക്ഷെ കടമെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യു നീഡ് ടു ഫോളോ എ പോളിസി. എന്തായിരിക്കും ആ പോളിസി? സിമ്പിളാണ്. നിങ്ങൾ പബ്ലിക് ഫണ്ടിങ് കുറയ്ക്കുക, അതായത് ജനങ്ങളുടെ പുറത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക. ഇപ്പോൾ ന്യായമായിട്ടും അത് അറിയായിരിക്കും ബാധിക്കുന്നത് പബ്ലിക് ഹെൽത്ത് കെയർ, പബ്ലിക് എഡ്യൂക്കേഷൻ, പബ്ലിക് സർവീസസ് എല്ലാത്തിലും അത് ബാധിക്കും. രണ്ടാമത് സംബന്ധിച്ചാൽ നിങ്ങൾ മാർക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കണം. പിന്നുള്ളത് നിങ്ങൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊടുക്കണം. പിന്നെ നിങ്ങൾ വെളിയിൽ നിന്നുള്ള ക്യാപിറ്റലിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവരണം. പിന്നെ ട്രേഡൊക്കെ നടക്കുവാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന് സോവറിനിറ്റി കാണത്തില്ല, ചില നിയമങ്ങളൊക്കെ പാസ്സാക്കണം. അതെന്ത് ചെയ്യണം? അത് ഇൻ്റർനാഷണൽ കോടതികളിലൊക്കെ ആയിരിക്കണം പിന്നെ അത് ട്രയൽ ചെയ്യേണ്ടത്. അതായത് ബേസിക്കലി ഇതെനിക്ക് ഈ ഒരു പോളിസി വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ബോളും ബാറ്റും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ വിഷമിക്കുമ്പോൾ ഒരു ചേട്ടൻ വരും, ഞാൻ നിനക്ക് ബോളും ബാറ്റും തരാം, പക്ഷേ ഒരു കണ്ടീഷനുള്ളൂ, ഞാൻ ഓപ്പണിംഗ് ആയിരിക്കും, ഞാൻ തന്നെ ഫസ്റ്റ് ബോളിംഗ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് കളിക്കാൻ വരും. എന്നിട്ട് പിന്നെ അവൻ്റെ ശല്യം കാരണം അവനായിരിക്കും പിന്നെ കളിക്കുന്നത്, അവൻ ഔട്ടാവത്തില്ല, അവൻ മാത്രം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവനെ ഔട്ടാക്കാനും പറ്റത്തില്ല, അവൻ ഔട്ടാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ബാറ്റും ബോളും എടുത്തുകൊണ്ട് പോകും. ഈ ഒരു രീതിയിലേക്ക് മറ്റ് രാജ്യങ്ങൾ കടത്തിലും കഷ്ടപ്പാടിലേക്കും തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലിബറലിസം ആദ്യം വന്ന 1800കളുടെ അവസാനം വന്ന ലിബറലിസം ഇമ്പോസ് ചെയ്യപ്പെട്ടത് കൊളോണിയൽ രീതിയിലൂടെയാണ്. അതായത് ഇപ്പൊ കോളനി വൽക്കരണം നടത്തി അവിടെ ഫ്രീ മാർക്കറ്റ് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്യുകയും ആ സമയത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടു നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മുകളിൽ ഫോഴ്സ്ഫുള്ളി അല്ല, മറിച്ച് അവർക്ക് മറ്റൊരു സിറ്റുവേഷൻ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിച്ച്, ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അവർ എത്തിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് IMF ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഫ്രീ മാർക്കറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങളിലൂടെ വളർന്നു വന്ന, പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങളിലൂടെ ശക്തമായ ഒരു എക്കണോമി സൃഷ്ടിച്ച രാജ്യങ്ങളൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളോട് പറയുന്നു, നോ, നിങ്ങൾ പ്രൊട്ടക്ഷനിസം നടപ്പിലാക്കരുത്, നിങ്ങൾ സ്റ്റേറ്റ് ലെഡ് ഇന്റർവെൻഷൻ നടപ്പിലാക്കരുത്, അതല്ല ശരി, നിങ്ങൾ ഫ്രീ മാർക്കറ്റ് ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങൾ ഫ്രീ മാർക്കറ്റ് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യിക്കാനുള്ള പല മെത്തേഡ് ഞങ്ങൾക്കറിയാം. ഇതാണ് ഈ രാജ്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇതും മറ്റൊരു കിക്കിംഗ് എവേ ദ ലാഡറാണ്. ഇപ്പോൾ ഇന്ന് സ്റ്റേറ്റ് ലെഡ് ഇന്റർവെൻഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിസോഴ്സ് നാഷണലൈസ് ചെയ്യുന്നതിനെ കുറിച്ചോ ഏതെങ്കിലും രാജ്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവനുള്ള എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുബോധ നിർമ്മാതാക്കൾ വന്നിട്ട് ഇത് ചെയ്യാൻ പാടില്ല, ഈ പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങൾ ശരിയല്ല, സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ശരിയല്ല, നിയോ ലിബറലിസവും ഫ്രീ മാർക്കറ്റുമാണ് ശരി എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കും. അമേരിക്ക ഇപ്പോൾ അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ചെറിയ ഒരു പ്രോഗ്രസീവ് റിഫോംസ് വരാൻ നോക്കിയാൽ അമേരിക്ക അവിടെ പോയിട്ട് അട്ടിമറി നടത്തും, ഭരണകൂടത്തെ അട്ടിമറി. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള എക്കണോമിസ്റ്റുകൾ, ഈ മിൽട്ടൺ ഫ്രീഡ്മാന്റെ ആ ധാരയിൽപ്പെട്ട എക്കണോമിസ്റ്റുകൾ ചെയ്യുന്നത് ഈ ഫ്രീ മാർക്കറ്റിനെ കൂടുതൽ കൂടുതൽ പുഷ് ചെയ്യും. പക്ഷെ ഇവരൊക്കെ വളർന്നത് എങ്ങനെയാണ്? ഇവരൊക്കെ വളർന്നത്, ആ രാജ്യങ്ങളൊക്കെ വളർന്നത് പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങളിലൂടെയാണ്, സ്റ്റേറ്റ് ഇന്റർവെൻഷൻ വെച്ചിട്ടാണ്. ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അവർക്ക് ഫ്രീ മാർക്കറ്റ് വേണം, അവർക്ക് മറ്റുള്ള കൺട്രീസിൻ്റെ റിസോഴ്സസ് വേണം, അവർക്ക് മറ്റുള്ള കൺട്രിയുമായിട്ട് ട്രേഡ് ചെയ്യണം എന്നൊരു ആവശ്യം വരുമ്പോൾ അവർ ഓക്കെ നമ്മൾ ഫ്രീ മാർക്കറ്റ് ചെയ്യും, ഫ്രീ മാർക്കറ്റാണ് നല്ലത്, ഫ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് എന്ന് മറ്റുള്ള രാജ്യങ്ങളുടെ പുറത്ത് ഇമ്പോസ് ചെയ്യും. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ട്രംപ് പോലുള്ള നേതാക്കൾ വന്നിട്ട് നമുക്ക് തിരിച്ച് പ്രൊട്ടക്ഷനിസത്തിലേക്ക് പോവുകയാണെന്ന് പറയുകയാണ്. ഇനി ഫ്രീ മാർക്കറ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് താരിഫ് ഉണ്ടായിരിക്കും, നിങ്ങളിവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, ആ രാജ്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, ഈ രാജ്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, റഷ്യൻ ഓയിൽ മേടിച്ച് കഴിഞ്ഞാൽ താരിഫ് വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ താല്പര്യം മാറുമ്പോൾ അവർ ഫ്രീ മാർക്കറ്റ് വേണ്ടെന്ന് പറയും. പക്ഷേ ഇതിലെ ട്രാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാറുന്നതനുസരിച്ച് മറ്റുള്ള രാജ്യങ്ങൾക്ക് മാറാൻ പറ്റത്തില്ല. ഇപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് പ്രൊട്ടക്ഷനിസം വേണ്ട സമയത്ത് അവരുടെ പുറത്ത് ഫ്രീ മാർക്കറ്റ് അടിച്ചേൽപ്പിച്ചു. ഇപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ മറ്റു പല രാജ്യങ്ങളും ഡിപ്പെൻഡൻ്റ് ആയി സ്വന്തമായിട്ട് പ്രൊട്ടക്ഷനിസത്തിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായിട്ട് വളരെ വിപണിയിൽ ഏർപ്പെട്ടതിന് ശേഷം ഈ അമേരിക്ക എന്ന് പറയുകയാണ് ഇനി പ്രൊട്ടക്ഷനിസമാണ്, ടാരിഫാണ്, ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ദ സാഡ് പാർട്ട് ഈസ് ഇന്ത്യ പോലുള്ള പോസ്റ്റ് കൊളോണിയൽ കൺട്രീസിലെ ഒരുപാട് രാജ്യങ്ങൾക്ക് ഈ അമേരിക്ക പെട്ടെന്ന് പ്രൊട്ടക്ഷൻസിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് മാറാനുള്ള ഒരു പ്രിവിലേജോ റിസോഴ്സുകളോ ഒന്നും തന്നെയില്ല. ഇങ്ങനെയാണ് ഈ കൊളോണിയലിസം എൻഡായിട്ടും ഈ ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ വെച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളെ ഈ കൺട്രോളിലും നിലക്കി നിർത്തുന്നതും ചെയ്യുന്ന ആ ഒരു വേൾഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിന്റെ മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണണമെങ്കിൽ, ഇന്ത്യയിൽ ഇപ്പൊ ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെയും അപ്പർ മിഡിൽ ക്ലാസിന്റെയും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ആണ് ഗവൺമെന്റ് ഒരുപാട് പണം വെൽഫെയർ പോളിസീസിന് കളയുന്നു. ദാറ്റ് ഈസ് പോപ്പുലിസ്റ്റ് മെഷേഴ്സ് ആണ്. അത് ടാക്സ് പേയേഴ്സിന്റെ പണമാണ്
ഇവർ മിസ് ചെയ്യുന്നത്. ഈ 1990s ഇന്ത്യയിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ LPG നയങ്ങൾ നടപ്പിലാവുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കിട്ടിയ ആളുകളാണ് ഈ മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ കാണുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിവൃദ്ധിക്ക് കാരണം ഈ പറയുന്ന LPG നയങ്ങളാണ്. സോ വെൽഫെയർ പോളിസിയൊക്കെ തെറ്റാണ്, വെൽഫെയർ എക്കണോമിക്സ് തെറ്റാണ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ പോകരുത്, ടാക്സ് പേഴ്സിന്റെ മണി വേസ്റ്റ് ചെയ്യുന്നതാണ് എന്നാണ് അവർ കരുതുന്നത്. പക്ഷെ ഒന്ന് കൃത്യമായി നോക്കുകയാണെങ്കിൽ 1950 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അഫോർഡബിൾ ആയ ഒരു കാര്യമായിരുന്നു. ആളുകൾക്ക് വിദ്യാഭ്യാസം അഫോർഡബിൾ ആയിരുന്നു. IIT, IIM പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ, അലിഗഡ് പോലെയുള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും, അതും വളരെ പ്രീമിയർ ആയ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ രാജ്യത്തുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആയിരുന്നു. അതിൽ വിമർശനങ്ങൾ, എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ഒരു ഹോളിസ്റ്റിക് ആയ എഡ്യൂക്കേഷൻ ഇവിടെ നൽകിയിരുന്നു. ഇതിന്റെ ഗുണങ്ങൾ മുഴുവൻ അനുഭവിച്ചവരാണ് ഇന്ത്യയിൽ ഇന്നത്തെ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. അതായത് 90s എമർജ് ചെയ്ത മിഡിൽ ക്ലാസിന്റെ ഏറ്റവും വലിയ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അതുവരെ ആ രാജ്യത്ത് ലഭിച്ചിരുന്ന സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അതായത് അത് കൃത്യമായി നികുതി പണം കൊണ്ട് തന്നെ സർക്കാർ കൊടുത്തതാണ് അത്രയും അഫോർഡബിൾ ആയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അന്ന് ഗവൺമെന്റിന്റെ വെൽഫെയർ പദ്ധതികളെല്ലാം തന്നെ പല രീതിയിലുള്ള പദ്ധതികൾ, ഇതിന്റെ മുഴുവൻ ഗുണഭോക്താക്കൾ ഈ പറയുന്ന മിഡിൽ ക്ലാസ് ആയിരുന്നു. അവരത് മുഴുവൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഈ ലിബറലൈസേഷന് ശേഷം എക്കണോമിക് ഇൻഇക്വാലിറ്റീസ്, സോഷ്യൽ ഇൻഇക്വാലിറ്റികൾ വർദ്ധിക്കുന്ന സമയത്ത് അതിന് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന വെൽഫെയർ മെഷേഴ്സിന് ഇവര് അത് പറ്റില്ല, ഞങ്ങളുടെ നികുതി പണം എന്ന് പറയുന്നതിൽ അതൊരു അയറണി മാത്രമല്ല, മറ്റൊരു കിക്കിംഗ് അവേ ദ ലാഡറിന്റെ ഉദാഹരണം കൂടിയാണ്. അപ്പോൾ ഇത് കണക്റ്റഡാണ്. രാജ്യങ്ങൾ, അതായത് US, ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, ഈ എന്താ പറയുക, ഗ്ലോബൽ എക്കണോമിയിൽ ശക്തമായ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളോട് ചെയ്യുന്നത് കിക്കിംഗ് അവേ ദ ലാഡറാണ്. അതായത് അവർക്ക് രക്ഷപ്പെടാനുള്ള സ്റ്റേറ്റ് ലെഡ് ഡെവലപ്മെന്റിന് ഉള്ള അവസരം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കി ഒരു ഫ്രീ മാർക്കറ്റ് എക്കണോമിയാണ് നല്ലതെന്ന പൊതുബോധത്തെ നിർമ്മിച്ചു വെക്കുകയും ചെയ്ത് ലാഡർ കിക്ക് ചെയ്ത് മാറ്റുകയാണ്. താഴോട്ട് വരുമ്പോൾ, ഒരു രാജ്യത്തിനകത്തേക്ക് വരുമ്പോൾ അതിനകത്തുള്ള ക്ലാസ്സുകൾ, അപ്പർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും കൃത്യമായി അവർ വന്ന ലാഡർ ഏതാണോ അത് കിക്ക് ചെയ്ത് മാറ്റുകയും ആ ലാഡറിന്റെ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. വീണ്ടും വ്യക്തിതലത്തിലേക്ക് വരുമ്പോൾ സമരം ചെയ്തുകൊണ്ട് ജോലി നേടിയ വ്യക്തികൾ പിന്നീട് ആ ജോലിയിൽ സ്ഥിരമായി ഒരു വരുമാന മാർഗമായി എന്നുള്ളൊരു ഘട്ടം എത്തുമ്പോൾ ഇതേ സമരങ്ങളിൽ സമരം ചെയ്യുന്നവരെ അവർ പുച്ഛിക്കുക. ഇത് എല്ലാം തന്നെ കണക്റ്റഡ് ആയ ഒരു കാര്യമാണ്, ഒന്ന് മറ്റൊന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ഈ കിക്കിംഗ് ആയ ലാഡർ ടെൻഡൻസി നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരിൽ എന്തുകൊണ്ടും ഉണ്ടായെന്ന് ചോദിച്ചാൽ, നമ്മളടങ്ങുന്ന നമ്മുടെ സമൂഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രാജ്യം, ആ രാജ്യങ്ങൾ അടങ്ങുന്ന ഗ്ലോബൽ എക്കണോമിയിൽ നടക്കുന്നത് ഈ ഒരു പ്രഡേറ്ററി മെക്കാനിസമാണ്. എന്ന് അത് അവസാനിക്കുന്നോ അന്ന് താഴെ തട്ടിലേക്ക് ഈ കിക്കിംഗ് അവേ ദ ലാഡർ എഫക്റ്റുകൾ ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ലാഡർ കിക്ക് ചെയ്ത് മാറ്റുന്നത് ആരായിരുന്നാലും, അതിപ്പോ അമേരിക്ക ചെയ്താലും, അമേരിക്ക, UK തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് ചെയ്താലും, ഇന്ത്യയിലുള്ള മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ് ആളുകൾ താഴെ തട്ടിലുള്ളവരോട് ചെയ്താലും, സമരം ചെയ്ത് ജോലി നേടിയ വ്യക്തി ഇന്ന് സമരം ചെയ്യുന്ന മനുഷ്യരോട് ചെയ്താലും അത് കടുത്ത അനീതിയുമാണ്, അത് അൺഎത്തിക്കലുമാണ്. ഈ അൺഎത്തിക്കലായ കിക്കിംഗ് അവേ ദ ലാഡറിന് തുടക്കം കുറിച്ചത് ലോകത്തില് ഈ പറയുന്ന സാമ്പത്തിക ക്രമത്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് പോളിസികളുടെ ഭാഗമായിട്ട് ഉണ്ടായതാണ് ഈ കിക്കിംഗ് അവേ ദ ലാഡർ. ഈ കോണി ചവിട്ടിത്തെറിപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. അത്